ചമ്പക്കുളം പഞ്ചായത്തിലെ ചെമ്പനടി ചക്കങ്കരിപ്പാടത്തും കൈനികരിയിലെ കുപ്പപ്പുറം വലിയതുരുത്ത് എന്നിവിടങ്ങളിലുമാണ് ഏറ്റവും ഒടുവിൽ മടവീഴ്ചയുണ്ടായത്. 360 ഏക്കർ വരുന്ന ചക്കങ്കരിപ്പാടത്ത് വിതച്ച് 1 മാസം പിന്നിട്ട കൃഷി കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു. പമ്പയാറിനോട് ചേരുന്ന കണ്ടങ്കരിത്തോട്ടിലാണ് മട വീണത്. തെങ്ങുകളടക്കം കടപുഴകി. കൃഷിയുടെ കാര്യം വളരെ പരിതാപകരമാണ്. ഏതാണ്ട് 50 ലക്ഷം രൂപ മുടക്കാതെ ഈ മട കുത്തി തീരത്തില്ല. ഇത് കുത്തി ഇപ്പോൾ കഴിഞ്ഞ കൃഷി ഇല്ലാതെ കിടന്നിട്ട് പഴനിലം കിടന്നിട്ട് ഞങ്ങൾ ചെയ്ത കൃഷിയാണ്. 350 ഏക്കർ പാടശേഖരമാണിത്. ചെമ്പടി ചക്കങ്കരി, അതുപോലെ തന്നെ 600 ചക്കങ്കരി, 150 ഏക്കർ അതും മട വീണു. അതുപോലെ തന്നെ എടമ്പാടം മാനങ്കരി, ചമ്പക്കുളം പഞ്ചായത്തിലായി 3, പിന്നെ പാട്ടത്തിവരമ്പ കുന്തമേലി, ഇപ്പോൾ ഏതാണ്ട് 5 പാടവും ഉപേക്ഷിച്ചു. ബണ്ട് നിർമ്മാണത്തിലെ അപാകതയാണ് മടവീഴ്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ആക്ഷേപം. സാമ്യാദം കമ്മീഷൻ്റെ വണ്ട് പണി പണിതുകൊണ്ടിരുന്നത്. ആ വണ്ട് പണി തന്നെ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. ഈ കൽക്കെട്ടിൽ, ആ കൽക്കെട്ടിൻ്റെ വീഴ്ചയിലെ ഈ മട വീഴ്ച കല്ല് കെട്ടിയത് അടി ചൊവ്വനെ കല്ലടിക്കാതെ കിട്ടും, ചുമ്മാ കല്ലടിക്ക് പൊക്കി വെച്ചങ്ങ് പോവുക. അതുകൊണ്ടാണ് ഈ മട വീഴ്ച. അന്ന് ഈ മൈനർ റിയേഷൻ്റെ കൽക്കെട്ട് ഇവിടെ തുടങ്ങിയപ്പോൾ സാമ്യാദം കമ്മീഷൻ്റെ പണി ഇവിടെ ആരംഭിച്ചപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ കോൺട്രാക്ടർമാരോടും എല്ലാവരോടും പറഞ്ഞു, ഈ വെള്ളം പൊങ്ങിയ ഈ മട വീഴ്ച ഉണ്ടാവും, ഈ കൽക്കെട്ട് ചൊവ്വനെ കെട്ടിക്കൂടെ. ഈ കൽക്കെട്ട് കെട്ടി ഏറ്റവും കൂടുതൽ 6.5 കോടി രൂപയുടെ കൽക്കെട്ടാണ് ഈ പാടശേഖരം കെട്ടിയത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നുകൊണ്ട് മാത്രമാണ് ഈ മടവീഴ്ച ഈ പാടത്ത് ഉണ്ടായതെന്ന് തീർത്തും പറയാം. തോടുകളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞാൽ മാത്രമേ മട കുത്താൻ കഴിയൂ. അതിന് ഒരുപക്ഷെ ആഴ്ചകൾ തന്നെ വേണ്ടിവരും. ഈ സാഹചര്യത്തിൽ ഇവിടെ രണ്ടാം കൃഷി അസാധ്യമാകും. ചുരുക്കത്തിൽ കർഷകർ പാടത്ത് ചെയ്തതെല്ലാം വെള്ളത്തിലായി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.